വെൽക്കം ടു വെയിൻ അക്കാഡമി. ഇന്ന് നമ്മൾ കേടെക് സിലബസ് ഡിസ്കഷനിലെ കാറ്റഗറി 2 സോഷ്യൽ സയൻസിലെ ജോഗ്രഫിയിലെ കുറച്ച് പോർഷൻസ്, ഏതൊക്കെ പോർഷൻസ് ആണ് കേടെക്കിന് വരുന്നത് എന്നാണ് നോക്കുന്നത്. ഇവിടെ നമ്മൾ ഹിസ്റ്ററി പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമുക്ക് 12 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, 12 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ജോഗ്രഫി ആയിരിക്കും നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ ഉള്ള ഒരു ഏരിയ. ഇതിലും നമുക്ക് 9 ഭാഗങ്ങളാണ് ഈ ഒരു ജോഗ്രഫി ഏരിയയിലുള്ളത്. ഒന്നാമത്തത് പ്ലാനറ്റ് ആൻഡ് അതർ ഹെവൻലി ബോഡീസ്, അല്ലെ, പ്ലാനറ്റുകളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ പഠിക്കാനുള്ളത്. രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നത് സൈസ്, ഷേപ്പ്, ഇന്റീരിയർ സ്ട്രക്ചർ ഓഫ് ദി എർത്ത്, സീസൺ, ടെമ്പറേച്ചർ സോൺ. ഇന്റീരിയർ സ്ട്രക്ചർ ഓഫ് ദി എർത്ത്, അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് എർത്തിന്റെ ഇന്റീരിയർ സ്ട്രക്ചർ എന്നുള്ളത്. പിന്നെ സീസണുകളെ കുറിച്ചിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്, ടെമ്പറേച്ചർ സോണ്. ഇതിനടുത്ത് ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ടൈം, അല്ലെ. ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും നമ്മൾ എന്തായാലും നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ഒന്നാണ്. ദെൻ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യനോ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. മാപ്പ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ്, സ്കെയിൽ, ടോപ്പോഗ്രഫിക്കൽ മാപ്സ്, ഗ്ലോബ്, അല്ലെ. മാപ്പുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പലതവണ കേട്ടറ്റിന് വന്നിട്ടുണ്ട്. PYQ ഡിസ്കഷന്റെ സമയത്ത് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ദെൻ അഞ്ചാമത്തെ ഏരിയ എന്ന് പറയുന്നത് ക്ലൈമറ്റ് ആൻഡ് വെതർ, ടെമ്പറേച്ചർ, പ്രഷർ, റെയിൻഫോൾ ആൻഡ് വിൻഡ്സ്, അല്ലെ. വിൻഡ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ ആറാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഇന്ത്യ റിലീഫ്, ക്ലൈമറ്റ്, ഡ്രെയിനേജ്, വെജിറ്റേഷൻ, അല്ലെ. ഇന്ത്യയുടെ ക്ലൈമറ്റ്, ഡ്രെയിനേജ്, വെജിറ്റേഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ടൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഏഴാമത്തത് ഇന്ത്യ, റിസോഴ്സസ്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ട്രാൻസ്പോർട്ട്, പോപ്പുലേഷൻ. എട്ടാമത്തത് കേരള, അല്ലെ. കേരളത്തിന്റെ ഫിസിയോഗ്രഫി, ഡ്രെയിനേജ്, അഗ്രികൾച്ചർ, ട്രാൻസ്പോർട്ട്, ഹ്യൂമൻ ലൈഫ്. നിരവധി കറണ്ട് അഫയേഴ്സ് ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ദെൻ ഒൻപതാമത്തത് എൻവിയോൺമെന്റൽ പ്രോബ്ലംസ് ആൻഡ് കൺസർവേറ്റീവ് മെഷേഴ്സ്, അല്ലെ. എൻവിയോൺമെന്റൽ പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട് 1-2 ക്വസ്റ്റ്യൻസുകൾ വരാറുണ്ട്. അപ്പൊ ഇത്രയും ഏരിയ ആണ് നമുക്ക് ജോഗ്രഫി പോർഷനിൽ പറയാനുള്ളത്. നമുക്കിതിൽ കുറച്ച് കാര്യം, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് ഒക്കെ ആയിരിക്കും നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഏരിയാസ് എന്ന് പറയുന്നത് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഏരിയ തന്നെയാണ്. മൂന്നാമത്തെ ഏരിയയും രണ്ടാമത്തെ ഏരിയയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടെന്ന് തോന്നുന്നത്. ബാക്കിയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് മൈൻഡിൽ കയറുന്ന ഒന്നായിരിക്കും. നമ്മൾ എന്തെങ്കിലും കോഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട്, മീൻസ് അങ്ങനെയല്ല, ഒരു ഇങ്ങനെ ചുരുക്കി നമ്മൾ ബ്രീഫായിട്ട് പഠിക്കുക, അങ്ങനത്തെ രീതിയിലൊക്കെ പഠിക്കുമ്പോൾ ജോഗ്രഫി പോർഷനിലെ 12 ക്വസ്റ്റ്യനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജോഗ്രഫിയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത എക്കണോമിക്സ്, പൊളിറ്റിക്സിന്റെയും സിലബസ് പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.